ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയുടെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് IC എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ 3 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയി. അതിൻ്റെ IC എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റുകളാണ്. സ്പാർക്ക് പ്ലഗ്, ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പ്, അതുപോലെ തന്നെ അതിൻ്റെ കൂളിംഗ് സിസ്റ്റംസ്, അതിൻ്റെ ലൂബ്രിക്കേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് ഇത് ഡിസ്കസ് ചെയ്തതാണെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളും കൂടെ നമ്മൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോസ് മെമ്പേഴ്സ് ഓൺലി ആയിട്ടാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള IC എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ്, ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പ്, അതേപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ടു ഫൈൻ സ്പ്രേ ബൈ ദ ഫ്യൂൽ ഇഞ്ചക്ടർ ഈസ് നോൺ ആസ്. ഫ്യൂൽ ഇഞ്ചക്ടർ ലിക്വിഡ് ഡ്രോപ്ലെറ്റുകളെ ഫൈൻ സ്പ്രേ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ആറ്റോമൈസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രേ ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റോമൈസ്ഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്യൂവൽ ഇഞ്ചക്ടർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിലാണ്. നമുക്കറിയാം ഡീസൽ എഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ കംപ്രസ്ഡ് എയറിലേക്ക് ഫ്യൂവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ IC എഞ്ചിൻ്റെ സിസ്റ്റത്തിലേക്ക്, IC എഞ്ചിൻ്റെ സിലിണ്ടറിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് എന്താണ്? ലിക്വിഡ് ഡ്രോപ്ലെറ്റിൻ്റെ ഫോമിലല്ല, മറിച്ച് ഫൈൻ സ്പ്രേ ആയിട്ടാണ് പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നമ്മൾ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡീസൽ എഞ്ചിനുകളിലാണ് ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനിൽ എന്തില്ല? ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ആവശ്യമില്ല, മറിച്ച് അവിടെ സ്പാർക്ക് പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു. എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സിലിണ്ടറിനകത്തേക്ക് ഇൻലെറ്റ് വാൽവിലൂടെ വരുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആറ്റോമൈസേഷൻ എന്ന് പറയാം. ആറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണയായിട്ടുള്ള ലിക്വിഡ് ഫ്യൂവല് നമ്മളൊരു ഫ്യൂൽ ഇഞ്ചക്ടറിലൂടെ കടത്തിവിട്ട് അതിൻ്റെ എൻഡിൽ സ്പ്രേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിസ്റ്റൺ സിലിണ്ടറിനകത്തേക്ക് അത് പ്രവേശിക്കുന്നത്. അങ്ങനെ ആ സ്പ്രേ ആക്കി മാറ്റുന്ന ലിക്വിഡ് ഡ്രോപ്ലെറ്റുകളെ സ്പ്രേ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എയർ ഫ്യൂവൽ റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ ഈസ് കൺട്രോൾഡ് ബൈ. നമുക്കറിയാം എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ് നമ്മൾ പെട്രോൾ എഞ്ചിൻ സിലിണ്ടറിലേക്ക് നമ്മൾ ഇൻലെറ്റ് വാൽവിലൂടെ കടത്തിവിടുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ എയർ ഫ്യൂവലിൻ്റെ റേഷ്യോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കാർബുറേറ്റേഴ്സ് ആണ്. കാർബുറേറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബുറേറ്റർ എയറിനെയും ഫ്യൂവലിനെയും കറക്റ്റ് പ്രപ്പോർഷനിൽ എന്ത് ചെയ്യും? അതിനകത്തേക്ക് കടത്തിവിടുന്നു. ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് ഫൈൻ ഡ്രോപ്ലെറ്റ് ആയിട്ടാണ് കടത്തിവിടുന്നത്. ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈ വാൽവും അതേപോലെ തന്നെ ത്രോട്ട് വാൽവും ഉപയോഗിച്ചുകൊണ്ട് എയർ ഫ്ലോനെ കൺട്രോൾ ചെയ്യും. കൺട്രോൾഡ് എയറും അതേപോലെ തന്നെ ഫ്യൂവലും ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എഞ്ചിൻ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നത്. സോ ഇതിന്റെ റേഷ്യോനെ കറക്റ്റ് പ്രപ്പോർഷനിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കാർബുറേറ്റർ എന്നുള്ളത്. ഇനി ഇതിലുള്ള മറ്റൊന്ന് നോക്കാം. നേരത്തെ ഒന്ന് പറഞ്ഞതാണ് ഇഞ്ചക്ടർ. ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്യൂൽ ഇഞ്ചക്ടർ ഡീസൽ എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുക. സിൻസ് അവിടെ എന്താണ്? കംപ്രസ്ഡ് എയറിലേക്ക് ഫ്യൂവലിനെ ഫൈൻ സ്പ്രേ ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് എ ഫ്യൂവൽ പമ്പ്? നമുക്കറിയാം ഫ്യൂവൽ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ IC എഞ്ചിനുകളിൽ കാർബുറേറ്ററിലേക്ക് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പമ്പാണ് എന്ത്? ഫ്യൂവൽ പമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫ്യൂവൽ പമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ ലെവലിലുള്ള ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഹയർ ലെവലിലുള്ള കാർബറേറ്ററിലേക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എത്തിക്കുക എന്നുള്ള, ഏത് ഫ്യൂവലാണോ യൂസ് ചെയ്യുന്നത് ആ ഫ്യൂവൽ എത്തിക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ പമ്പിന്റെ യൂസ്. ഇപ്പം നമ്മളുടെ ബൈക്കുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മോട്ടോർ സൈക്കിളിലൊക്കെ എന്താണ്? ഫ്യൂവൽ ടാങ്ക് മുകളിലും അതേപോലെ തന്നെ എൻജിൻ താഴെയാണ്. അപ്പം ഇങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഫ്യൂവൽ പമ്പുകൾ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ ലോവർ ലെവലിൽ ടാങ്കും അതേപോലെ തന്നെ ഹയർ ലെവലിൽ കാർബറേറ്റേഴ്സും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കാർബറേറ്ററിലേക്ക് നമ്മൾ ഫ്യൂവലിനെ എത്തിക്കുന്നത്.
ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ തിയറിറ്റിക്കലി കറക്റ്റ് മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ ഇൻ എൻ ഐ സി എഞ്ചിൻ. ഒരു ഐ സി എഞ്ചിനിൽ എയറിന്റെയും പെട്രോളിന്റെയും കറക്റ്റ് മിക്സ്ചർ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ എയറിനെയും ഫ്യൂവലിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിൻ സിലിണ്ടറിലേക്ക് ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എയറും പെട്രോളും കറക്റ്റ് പ്രപ്പോർഷനിലാണെങ്കിൽ മാത്രമേ എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് വരുന്ന ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തിത്തീരുള്ളൂ, ബേൺ ചെയ്യുള്ളൂ. സോ അങ്ങനെ ബേൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എഞ്ചിന് പരമാവധി എഫിഷ്യൻസി കിട്ടുള്ളൂ. സോ അങ്ങനെ ആ എഫിഷ്യൻസി നമുക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് മിക്സ്ചർ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈ റേഷ്യോനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള ഈ റേഷ്യോനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലി 14.7:1 ആണ്. അതായത് 1 ഗ്രാം ഓഫ് ഫ്യൂവലിന് 14.7 ഗ്രാം ഓഫ് എയർ ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 ആണ്. സോ ഈ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? 15:1 എന്ന് പറയാം. 14.7:1 എന്നുള്ളതിനെ നമുക്ക് 15:1 എന്ന് പറയാം. ഈ 15 എന്നുള്ളത് 15 ഗ്രാംസ് ഓഫ് എയറും അതേപോലെ തന്നെ 1 എന്നുള്ളത് 1 ഗ്രാം ഓഫ് ഫ്യൂവലും ആണ്. സോ ഈ ഒരു കോമ്പിനേഷനിൽ മാത്രം എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിനകത്തേക്ക് എത്തിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് ബേൺ ചെയ്ത് തീരുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ തെർമോഡൈനാമിക് സൈക്കിൾ ഇൻ വിച്ച് പെട്രോൾ എഞ്ചിൻ വർക്ക് ഈസ്. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഓട്ടോ സൈക്കിൾ ആണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. വേറെ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിൾ തന്നെയാണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് കോമൺ ഫയറിംഗ് ഓർഡർ ഓഫ് എൻ ഐ സി എഞ്ചിൻ ഈസ്. ഒരു ഐ സി എഞ്ചിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു 4 സിലിണ്ടേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 4 സിലിണ്ടറുകളുള്ള ഒരു ഐ സി എഞ്ചിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിലിണ്ടറിലും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പവർ സ്ട്രോക്ക് നടക്കുന്നുണ്ട് അല്ലെ. ഈ പവർ സ്ട്രോക്ക് നടക്കുന്നത് ആ സ്പാർക്ക് പ്ലഗിലൂടെ സ്പാർക്ക് കാരണം ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പെട്രോൾ എഞ്ചിനിൽ പവർ സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ പവർ സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ സിലിണ്ടർ മാത്രമുള്ള ഒരു എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, ഒരു സിലിണ്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സീക്വൻസിന്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു സിലിണ്ടറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പവർ സ്ട്രോക്ക് സംഭവിക്കുന്നുള്ളൂ. എന്നാൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 8 സിലിണ്ടറുകളുള്ള ഒരു ഐ സി എഞ്ചിനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പവർ സ്ട്രോക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന് സ്പാർക്ക് കൊടുക്കുന്നത്, ആ സ്പാർക്ക് കാരണം ഫ്യൂവൽ ഇഗ്നൈറ്റ് ആവുന്നത് ഒരു നിശ്ചിത ഓർഡറിലാണ് ഈ സിലിണ്ടറുകൾ പവർ സ്ട്രോക്ക് നടക്കേണ്ടത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഫസ്റ്റ് സിലിണ്ടർ കഴിഞ്ഞ് രണ്ടാമത്തെ സിലിണ്ടർ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിലിണ്ടർ, അങ്ങനെയല്ല എന്ത് ചെയ്യേണ്ടത്, ഫയർ ചെയ്യേണ്ടത്. ഫയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പാർക്ക് അല്ലെങ്കിൽ ഇഗ്നീഷൻ സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എടുക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിലിണ്ടറുകളിലല്ല, മറിച്ച് എന്തുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, സിലിണ്ടറുകളിൽ ഫയറിംഗ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ഫയറിംഗ് ഓർഡർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സിലിണ്ടറുകളിൽ, അഡ്ജസന്റ് ആയിട്ടുള്ള സിലിണ്ടറുകളിൽ ഫയറിംഗ് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഫയറിംഗ് കൊണ്ടുവരാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫയറിംഗ് ഓർഡർ എന്ന് പറയും. അതായത് ചില ഫാക്ടറുകൾ ഗവേൺ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഫയറിംഗ് ഓർഡർ തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫയറിംഗ് ഓർഡറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചില ഫാക്ടറുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്ടാണ്. ആക്ച്വലി ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു റോട്ടറി മോഷനാണ് അതിനുണ്ടാവുന്നത്. നമ്മളുടെ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അവിടെ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് സിലിണ്ടർ സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അവിടെ പവർ സ്ട്രോക്ക് സംഭവിക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള, അതായത് ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതിലെ സ്പാർക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ പവർ സ്ട്രോക്ക് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിലുള്ള ലോഡ് എന്ത് ചെയ്യും, അത് ഈ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഷാഫ്റ്റിൽ ഇവിടെ വരുന്ന ബെയറിങ്ങിന് കൂടുതലായിട്ടും എന്ത് ചെയ്യും, ലോഡ് എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും ആസ് കമ്പയർഡ് ടു ദി ഇതിന്റെ എൻഡിൽ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ലോവർ ആയിട്ടുള്ള ലോഡാണ് എന്ത് ചെയ്യുക, ഇവിടുത്തെ ബെയറിങ്ങുകൾക്ക് ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സിലിണ്ടർ ആണ് പവർ സ്ട്രോക്ക് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഈ ബെയറിങ്ങിൽ ലോഡ് കൂടുതൽ വരികയും ഇവിടെ ഈ ഒരു ഷാഫ്റ്റിന് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഇങ്ങനെ വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ അടുത്തടുത്ത് വരുന്ന
സിലിണ്ടറുകളിലാണ് നമ്മൾ സ്പാർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ കൂളിങ്ങും ഇതേപോലെ തന്നെ അൺബാലൻസിങ് ആയിരിക്കും. ഒരു ഭാഗം മാത്രം ഹീറ്റഡ് ആവുകയും മറ്റേ ഭാഗം റിലേറ്റീവ്ലി ലോവർ ഹീറ്റിൽ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ബാക്ക് പ്രഷർ ജനറേറ്റ് ചെയ്യും. അടുത്തടുത്തുള്ള സിലിണ്ടറുകൾ പവർ സ്റ്റോക്ക് എടുക്കുമ്പോൾ എക്സോസ്റ്റും എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, സൈസ് എന്ത് ചെയ്യേണ്ടി വരും, ബിഗ്ഗർ ആക്കേണ്ടി വരും. സോ അത് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഈ ഒരു ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയറിംഗ് ഓർഡർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് വൈബ്രേഷൻ, എഞ്ചിന് വൈബ്രേഷൻ സംഭവിക്കുക, വൈബ്രേഷനെ കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് കൂളിംഗ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടി, എഞ്ചിൻ കൂളിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഡെവലപ്മെന്റ് ഓഫ് ബാക്ക് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ IC എഞ്ചിനുകളിൽ നമ്മളൊരു ഫയറിംഗ് ഓർഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി 4 സിലിണ്ടറുകളുള്ള ഒരു IC എഞ്ചിനാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫയറിംഗ് ഓർഡർ എന്നുള്ളത് ഓപ്ഷൻ എ ആണ് 1342. 1342 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യത്തെ എഞ്ചിൻ സിലിണ്ടർ ആണ് ഫസ്റ്റ് പവർ സ്റ്റോക്ക് എടുക്കുന്നത്, അതിനുശേഷം മൂന്നാമത്തെ സിലിണ്ടറാണ് പവർ സ്റ്റോക്ക് എടുക്കുക, പിന്നെ നാലാമത്തെ സിലിണ്ടറാണ് പവർ സ്റ്റോക്ക് എടുക്കുക, പിന്നെ രണ്ടാമത്തെ സിലിണ്ടറാണ് പവർ സ്റ്റോക്ക് എടുക്കുക, അല്ലെങ്കിൽ സ്പാർക്ക് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് 4 സിലിണ്ടേർഡ് ആയിട്ടുള്ള IC എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1342 ആണ്. ഇതേപോലെ തന്നെ 6 സിലിണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ 6 സിലിണ്ടറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 153624 ആണ്. 153624 ഇത് ഓർത്ത് വെക്കുക. ഈ രണ്ടെണ്ണം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. കോമൺ ഫയറിംഗ് ഓർഡറിനെ 4 സിലിണ്ടേർഡ് ഇൻലൈൻ എഞ്ചിൻ ആണ് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയറിംഗ് ഓർഡർ 1342 ആണ്. ഒരു 6 സിലിണ്ടേർഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയറിംഗ് ഓർഡർ 153624 ആണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വാൽവ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. ഓട്ടോമൊബൈൽ എഞ്ചിനിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാൽവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ആൻസർ പോപ്പറ്റ് വാൽവ് ആണ്. പോപ്പറ്റ് വാൽവ് സാധാരണയായിട്ട് നമ്മളുടെ എഞ്ചിൻ പിസ്റ്റൺ സിലിണ്ടറിനകത്തേക്ക് എത്രത്തോളം ഫ്യൂവലിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പോപ്പറ്റ് വാൽവ് ഉപയോഗിക്കുക. സ്ലീവ് വാൽവും ഇതേപോലെ തന്നെ എയർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാൽവ് എന്ന് പറയുന്നത് പോപ്പറ്റ് വാൽവാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്പാർക്ക് പ്ലഗ് ഇലക്ട്രോഡീസ്. സ്പാർക്ക് പ്ലഗിൽ ഉള്ള 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇതാണ് ഒരു ഇലക്ട്രോഡ്, പിന്നെ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഇവിടെ ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും എന്നുള്ളതാണ്. സ്പാർക്ക് പ്ലഗിന്റെ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും, ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.5 mm to 1 mm ആണ്. ഈ ഒരു ഗ്യാപ്പ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഗ്യാപ്പാണ് പറയുന്നത് 0.5 mm to 1 mm വരെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ സ്പാർക്ക് പ്ലഗിന്റെ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ഈസ്. എന്താണ് ഒരു സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്നുള്ളതാണ്. നമ്മൾ തൊട്ട് മുൻപത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെമിക്കലി കറക്റ്റ് ആയിട്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയാം. എന്താണ് അതിന്റെ പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എയർ ആവശ്യമുണ്ട്, ആ റേഷ്യോനെ, എയറും ഫ്യൂവലും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, കെമിക്കലി കറക്റ്റ് മിക്സ്ചറിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ സർക്കുലേഷൻ ഇൻ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം ഈസ് കോസ്ഡ് ബൈ. നമ്മളുടെ എഞ്ചിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് തെർമോസൈഫൺ കൂളിംഗ് എന്നുള്ളത്. ഈ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റത്തിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം IC എഞ്ചിനുകൾ നമ്മൾ ഈ പവർ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എഞ്ചിൻ സിലിണ്ടർ എന്ത് ചെയ്യും, ചൂടാവും. ഇങ്ങനെ എഞ്ചിൻ സിലിണ്ടർ ചൂടാവുന്നതിനെ കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കൂളിംഗ് സിസ്റ്റം പല രൂപത്തിലുണ്ട്. എയർ കൂളിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് ഉണ്ട്. എയർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മോട്ടോർ സൈക്കിൾസിലും അതേപോലെ തന്നെ എയറോപ്ലെയിൻസിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, എയർ കൂളിംഗ് സിസ്റ്റം ആണ്. എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ എയർ, ഈ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മൂവിങ് എയർ ആണ്. അപ്പൊ ഈ മൂവിങ് എയർ എന്ത് ചെയ്യും, ഈ എഞ്ചിൻ സിലിണ്ടറിന്റെ ഔട്ടർ സൈഡിലും അതേപോലെ തന്നെ മാക്സിമം സിലിണ്ടർ സർഫസ് ഏരിയ എക്സ്പോസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും എന്ത് ചെയ്യും, അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം പരമാവധി എന്ത് ചെയ്യും, ആ എഞ്ചിൻ സിലിണ്ടറിനെ നമുക്ക് കൂൾ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് എയർ. രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് കൂളിംഗ് ആണ്, അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ് എന്ന് പറയും.
വാട്ടർ കൂളിങ്ങിൽ സാധാരണയായിട്ട് വാട്ടർ ജാക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ടർ ജാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസേജുകളെയാണ് എന്ത് പറയുന്നത്, വാട്ടർ ജാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ വാട്ടർ ജാക്കറ്റ്സിലൂടെ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് കാരണം എഞ്ചിൻ്റെ പല ഭാഗത്തൂടെ അത് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കൂളിംഗ് സംഭവിക്കുന്നു. ഇങ്ങനെ വാട്ടറിനെ മൂവ് ചെയ്യാൻ, വാട്ടർ ജാക്കറ്റിലൂടെ വാട്ടറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പമ്പോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ ഉപയോഗിച്ചിട്ടാണ് വാട്ടറിനെ ആ ജാക്കറ്റ്സിനകത്തൂടെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. ഇനി വാട്ടറിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻസിറ്റി ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് കാരണം ആ വാട്ടറിന് ഉണ്ടാവുന്ന ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനെ മാറ്റിക്കൊണ്ട് വാട്ടറിന്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം ഓഫ് കൂളിംഗ് ആണ് തെർമോസൈഫൺ കൂളിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ഡിസിപ്പേറ്റ്സ് ഹീറ്റ് വിച്ച് ദ കൂളന്റ് ഹാസ് അബ്സോർബ്ഡ് ഫ്രം ദ എഞ്ചിൻ? IC എഞ്ചിനിൽ നിന്ന് കൂളന്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്ന കോമ്പണന്റ് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം, അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ആണ് റേഡിയേറ്റർ. റേഡിയേറ്റർ എന്ന് പറയുന്നത് ശരിക്കും ആ കൂളിംഗ് സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയേറ്ററിൽ എന്തുണ്ടാവും, ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ ആ കൂളന്റ് എന്ത് ചെയ്യും, നമ്മുടെ IC എഞ്ചിന്റെ വാട്ടർ ജാക്കറ്റ്സിലൂടെ ട്രാവൽ ചെയ്യുകയും എന്നിട്ട് അത് തിരിച്ച് അതേ ടാങ്കിലേക്ക് തന്നെ വരികയാണ് ചെയ്യുക. അപ്പോൾ ആ കൂളന്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ റേഡിയേറ്ററിൽ എന്തുണ്ടാവും, ഫാൻ ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റ് സിസ്റ്റംസ് ഉണ്ടാവും. സോ ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയേറ്റർ എന്ന് പറയുന്നത്. വാട്ടർ ജാക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC എഞ്ചിന്റെ പുറത്തൂടെ വാട്ടർ കൂളന്റിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പാസേജിനെയാണ് എന്ത് പറയുന്നത്, വാട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.